ഒരു കാലത്ത് മലയാളികളുടെ അടുക്കളയിൽ സുപരിചിതമായൊരു രുചിക്കൂട്ടായിരുന്നു നിറബറ. പിന്നീട് അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. ചെറിയൊരു അരിമില്ലിൽ നിന്നുമാണ് ഇത്തരം ഒരു ബ്രാൻഡ് ഉടലെടുത്തത്. എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള ഒക്കൽ എന്ന ഗ്രാമത്തിലെ ഒരു വ്യക്തിയാണ് കെ കർണൻ. ഇദ്ദേഹമാണ് 1976 KKR മിൽസ് എന്ന ഒരു അരിമില്ല് സ്ഥാപിച്ചത്. ഇതായിരുന്നു നിറബറയുടെ തുടക്കം. 1993 കെ കർണൻ വിദേശ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തന്റെ മില്ലിൽ നവീകരിച്ചു. ഇതുമൂലം ഗുണമേന്മയുള്ള അരി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കർണന് സാധിച്ചു. 1990കളുടെ അവസാനത്തോടു കൂടിയിട്ട് കെ കർണന്റെ മകനായ ബിജു കർണൻ ബിസിനസ് രംഗത്തേക്ക് വന്നു. ഇതിനുശേഷമാണ് അരി മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ പ്രൊഡക്ഷൻ പുട്ടുപൊടിയും അതുപോലെ തന്നെ മസാല പൗഡേഴ്സിലേക്കായിട്ട് കൂടുതൽ ഇറങ്ങിത്തിരിച്ചത്. കർണന്റെ മകൻ ബിജു കർണന്റെ വരവോടുകൂടിയാണ് നിറബറ എന്നൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ആവുന്നത്. മലയാളത്തിലെ തന്നെ പ്രമുഖ ആക്ടേഴ്സായ മോഹൻലാൽ, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ തുടങ്ങിയവരെ ഉപയോഗിച്ച് തന്റെ ബ്രാൻഡിനെ മലയാളി മനസ്സുകളിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല ഈ ലക്ഷ്യം നല്ല രീതിയിൽ നടപ്പാവുകയും ചെയ്തിരുന്നു. 2015 നിറബറയുടെ ചില പൗഡേഴ്സ്, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയിലൊക്കെ അമിതമായി സ്റ്റാർച്ചിന്റെ അളവ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഫുഡ് സേഫ്റ്റി വിഭാഗം ഈ പ്രോഡക്ട്സ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഈ സംഭവം നിറബറ എന്ന ബ്രാൻഡിന് ഒരു തകർച്ചയിലേക്കുള്ള വഴിവെട്ടുകയായിരുന്നു. ഒരുപാട് നാളത്തെ നിയമ പോരാട്ടത്തിനു ശേഷം നിറബറ എന്ന ബ്രാൻഡിന് അനുകൂലമായൊരു വിധി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് 2022 നിറബറയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവം നടക്കുകയായിരുന്നു. പ്രമുഖ ഇന്ത്യൻ IT കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയായ വിപ്രോ കൺസ്യൂമർ ഗുഡ്സ് നിറബറയെ ഏറ്റെടുക്കുകയായിരുന്നു. നിലവിലിപ്പോൾ നിറബറ എന്ന ബ്രാൻഡ് വിപ്രോയുടെ കീഴിലാണ് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.